എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കുഞ്ഞു കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. നരച്ച മുടിയെ നമുക്ക് കറുപ്പിച്ചെടുക്കാം. യാതൊരു വിധമായ കെമിക്കലും ഇല്ലാതെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലപോലെ കറുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതായത് നമ്മൾ ഒരുപാട് രീതിയിൽ മുടി കറുപ്പിക്കുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് റിസൾട്ട് കാണാം. തേച്ചിടും തേക്കാത്ത ഭാഗം. അതുപോലെ തന്നെ നമ്മുടെ മുടി സമൃദ്ധമായിട്ട് വളരാനും നിലവിലുള്ള മുടിയെക്കാട്ടിൽ ഒത്തിരി കട്ടി തോന്നിക്കാനും നല്ല സിൽക്കി ഷൈനി ആയിട്ട് മുടി കിടക്കാനും ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാനും പറ്റിയ ഒരു നല്ലൊരു പാക്കെന്നോ അല്ലെങ്കിൽ എന്താണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് പോലുള്ള ഒരു സംഭവം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കണം. പല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ കുറഞ്ഞ ചേരുവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചേരുവകളെല്ലാം തന്നെ. അല്ല ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നല്ല ഉണങ്ങിയ തേങ്ങ ഉണ്ടല്ലോ, കൊട്ട തേങ്ങയെന്ന് പറയും. കാരണം നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പം തന്നെ ചിരട്ടയിൽ നിന്ന് വിട്ട് വരുന്ന തേങ്ങ കൊട്ടത്തേങ്ങ എന്ന് പറയുന്നത്. നല്ല ഓയിൽ കാണും അതിനകത്ത്. അത് ആ വെള്ളമെല്ലാം വറ്റി ആ രീതിയിൽ കിട്ടുന്നത്. ഒരു ചെറിയൊരു കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു കുഞ്ഞു തേങ്ങയുടെ നാലിലൊന്നു പോലും ഇല്ലാത്തൊരു ഭാഗമാണ് എടുത്തത്. അതിന് നല്ലപോലെ നമ്മൾ വറുത്തെടുക്കുമ്പം തന്നെ അതിൽ നിന്ന് എണ്ണ വരുന്നതുണ്ടോ. ഇതിങ്ങനെ ഇത്ര വലിയ പീസുകളായിട്ട് നല്ലപോലെ വറക്കുമ്പം തന്നെ അതിൽ നിന്ന് നല്ലപോലെ എണ്ണ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടിയാണ് കേട്ടോ. മഞ്ഞപ്പൊടി എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മഞ്ഞപ്പൊടി അല്ല, ശുദ്ധമായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന മഞ്ഞപ്പൊടിയാണ്. വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് വെച്ചാൽ നമ്മൾ പറമ്പിൽ നിന്നൊക്കെ മഞ്ഞപ്പൊടി കൊണ്ടുവന്ന് അത് വൃത്തിയാക്കി പുഴുങ്ങി ഉണക്കി പൊടിച്ചെടുക്കുന്ന ശുദ്ധമായിട്ടുള്ള മഞ്ഞപ്പൊടി. അത് ഒരു ചെറിയൊരു സ്പൂണിനാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞപ്പൊടി നമ്മുടെ തലമുടിയിൽ തേക്കുന്നത് കൊണ്ട് മഞ്ഞൾ വെച്ചൊക്കെ നമ്മൾ പല രീതിയിലുള്ള ഹെയർ ഡൈകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അത് താരനും ചൊറിച്ചിലൊക്കെ മാറി മുടി നല്ലതായിട്ട് വളരാനും ഇവ രണ്ടും ഉപയോഗിക്കുന്നത്. തേങ്ങ എണ്ണയാണെങ്കിലും ഒക്കെ അത് വെച്ചിട്ട് നല്ലൊരു ഹെയർ ഡൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഡൈ പോലുള്ള ഒരു ഓയിൽ അല്ലെങ്കിൽ പല ഡൈയിലോട്ട് ഉപയോഗിക്കാം, ഇൻസ്റ്റൻറ്റ് ഡൈ ആയിട്ട് ഉപയോഗിക്കാം. പല രീതിയിൽ നമുക്ക് ഈ ഒരു കാര്യത്തെ ഉപയോഗിക്കാം കേട്ടോ. നമുക്കിപ്പോൾ സിമ്പിളായിട്ട് ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന, എന്നാൽ പിന്നെ ഡൈ ആ നമുക്കൊട്ട് തോന്നൂല, എന്നാൽ ഡൈ ചെയ്താൽ നല്ല റിസൾട്ടും കിട്ടുന്നൊരു കാര്യമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് കേട്ടോ. ഈ രീതിയിൽ വറന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് മഞ്ഞപ്പൊടിയൊക്കെ നമ്മളിങ്ങനെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ചെയ്യുന്നതാണ് എപ്പോഴും നല്ല കേട്ടോ. അതിങ്ങനെ ചെറിയൊരു കനൽ പോലെ വരും. അതാണെങ്കിൽ നല്ലപോലെ തണുത്തതിന് ശേഷം നല്ല ഇത്രയും രീതിക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഓയിൽ കണ്ടോ, ആ ഒരു ഇരുമ്പിൻ്റെ പാത്രം നിറയെ ഉണ്ടാവില്ലേ. എന്നിട്ട് നമ്മൾ നേരെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം മിക്കപ്പോഴും ഈ ഒരു ചെറിയ മിക്സിയുടെ ജാറിനകത്ത് നമ്മളിങ്ങനത്തുള്ള നല്ല ഡാർക്ക് കറുപ്പ് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതിൻ്റെ ഈ ഒരു ഭാഗം മൂടി വെക്കുന്ന ഭാഗം നമുക്ക് വൃത്തിയാക്കാൻ ഭയങ്കര പാടാണ്, ആ ഒരു അടപ്പ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം കട്ടിയില്ലാത്ത പ്ലാസ്റ്റിക് കവർ ഒന്ന് മൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അന്നേരം ആ ഒരു വാഷറൊന്നും ഒത്തിരി നമ്മൾ കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതിലേക്ക് നല്ല പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് അത് നല്ലപോലെ വാർത്തെടുത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞെന്ന് വെച്ചിട്ട് പൗഡർ രീതിയിൽ കിട്ടില്ല കേട്ടോ. ഞാൻ ആ തേങ്ങ വറുത്തപ്പം തന്നെ നിങ്ങളെ കാണിച്ചില്ലേ ഓയിൽ വരുന്നുണ്ട്. അതായത് ഞാൻ ഇതിനകത്ത് കുറച്ചും കൂടെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേറ ജെല്ല് വേണമെങ്കിൽ ചേർക്കാം, ഗ്ലിസറിൻ അങ്ങനത്തുള്ള പിന്നെ ആവണക്കണ്ണയുടെ എണ്ണയൊക്കെ ഉപയോഗിക്കും. ഇപ്പം ഞാൻ പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണയാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ. അതിലേക്കൂടെ ഒരു ഇച്ചിരി 1/2 സ്പൂണും കൂടെ ഒഴിച്ചിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് അരഞ്ഞ് കിട്ടാനും വേണ്ടി. അതിനെന്താണ് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഡൈ ആയിട്ടോ ഓയിലായിട്ടോ നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇതിൽ നിന്ന് ഒരു ഇച്ചിരി എടുത്ത് തേച്ചാലും മതി കേട്ടോ. അതല്ല നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഇത് നമ്മൾ നല്ലപോലെ തലയോട്ടിലും തലമുടിയിലും തേച്ചിട്ട് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം. അത് നമുക്ക് സാധാരണ ഒരു കുളിക്കുന്നതിന് മുമ്പ് ചിലരെങ്കിലും തലയിൽ എണ്ണ തേക്കുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, അങ്ങനെ ഇത് ഉപയോഗിക്കാം കേട്ടോ. അതിപ്പോൾ മുടി നരച്ചവർക്ക് മാത്രമല്ല, മുടിയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും മുടി നന്നായിട്ട് വളരണം അല്ലെങ്കിൽ താരം മാറണം, അകാരം നര വരാണ്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇത് ഉപയോഗിക്കും. നിങ്ങൾക്ക് ആ കളറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിക്കാം. അത് ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിക്കാം. ഈ ഒരു മിക്സിങ് അതിനകത്ത് കുറച്ച് ദിവസം വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ അത് നമ്മൾ തയ്യാറാക്കുമ്പം തന്നെ ഉപയോഗിച്ചും തുടങ്ങാം കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഓയിൽ തലയിൽ വയ്ക്കുമ്പം ജലദോഷം തുമ്മലൊക്കെ വരും, അന്നേരം തന്നെ കുളിക്കുമ്പോഴേ അത് ഷാമ്പൂ ഇട്ട് മാറ്റണം, അങ്ങനെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഇതിനേക്ക് അലോവേറ ജെൽ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ റോസ്മേരി പിന്നെ അതിൻ്റെ വാട്ടറോ അങ്ങനെ എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു മിക്സിയുടെ ജാറ് കഴുകാനും വേണ്ടി ലേശം ലിക്വിഡോ സോപ്പോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ലേശം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്, ആ ഒരു സ്മെല്ലൊക്കെ മാറാനും വേണ്ടി. നമ്മൾ പാചകം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അരയ്ക്കുന്നതല്ലേ, എന്നിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കറക്കി എടുക്കുമ്പോൾ തന്നെ അത് വൃത്തിയായി കിട്ടും. ഇതിപ്പോൾ ഞാൻ തലമുടി തേക്കുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും മൊത്തം നര വന്നിട്ടുള്ള മുടിയല്ല, നരയും ഉണ്ട്, എന്നാൽ കറുത്ത മുടിയുണ്ട്. കറുത്ത മുടിയാണ് കൂടുതൽ ഇതിനകത്ത് കേട്ടോ.
കൂടുതലായിട്ടുള്ളത്. അന്നേരം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റും കേട്ടോ. അന്നേരം ഈ നരയെ മാത്രമായിട്ട് നമുക്ക് ഡൈ ചെയ്തെടുക്കാൻ പാടാണ്. അന്നേരം നമുക്ക് ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് ഈ ഒരു രീതിയിലുള്ള മുടിയുള്ളവർക്ക് നല്ലത്. നമ്മൾ നേരെ കുറച്ച് കയ്യിലോട്ട് എടുക്കുന്നുണ്ട്, ഇതുപോലെ തേച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഡൈ ചെയ്ത് ഡൈ ചെയ്യുന്നത് മിക്ക ആൾക്കാർക്ക് അലർജിയാണ്. ഡൈ ചെയ്യാനുള്ള പ്രിപ്പറേഷനൊക്കെ പാടാണ്, അല്ലെങ്കിൽ തലയിൽ കുറേ നേരം തേച്ച് വെച്ചത് കഴുകിക്കളയാന്നൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഓയിൽ രീതിയിലോട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓയിൽ തലയിൽ വെച്ച് പുറത്ത് പോയാൽ ജലദോഷം തുമ്മലൊക്കെ വരുമെന്നുള്ളവരാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അലോവേറ ജെല്ല് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അലോവേറ ജെല്ലോ ഗ്ലിസറിൻ ലേശം തേച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് ഗ്ലിസറിനോ അലോവേറ ജെല്ലും കൂടെ പാപ്പാതി എടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വാസലിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനത്തുള്ള എന്ത് കാര്യങ്ങളും ചേർത്ത് ഇപ്പോൾ ജലദോഷം തുമ്മലൊന്നും വരാത്ത ഇപ്പോൾ എണ്ണ ഒഴികെ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് തലയിൽ തേക്കാം. അത് ഇൻസ്റ്റൻറ്റ് ഡൈ പോലെയോ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഓയിൽ പോലെ ഹെയർ ഓയിൽ പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് നമ്മൾ ഒരു മണിക്കൂർ അരമണിക്കൂർ അല്ലെങ്കിൽ തലയോട്ടിലും തലമുടിയിലും മൊത്തം നമ്മൾ ഓയിൽ രീതിയിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ എണ്ണ തേച്ചിട്ട് എങ്ങനെയാണോ കുളിക്കുന്ന ആ രീതിയിൽ മാറ്റുവാണെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ഇതല്ല ഇൻസ്റ്റൻറ്റ് ഡൈ രീതിയിലോട്ടാണെങ്കിൽ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ മുടി കറുപ്പിക്കണം, ഡൈ ചെയ്യാൻ പാടാണ് എന്നൊക്കെ ഉള്ളവരാണെങ്കിലും അത് അങ്ങനെ ഉപയോഗിക്കട്ടോ. ഇത് പല രീതിയിൽ ഉപയോഗിക്കാം. ഡൈ തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു പൗഡറായിട്ട് കിട്ടത്തൊരു എണ്ണയും കൂടി ചേർത്തിട്ടൊരു മിക്സിങ് ഒരു കുഴമ്പ് രീതിയിലാണ് കിട്ടുന്നത്. അത് അങ്ങനെയും നമുക്ക് ഡൈയിലോട്ട് ഉപയോഗിക്കട്ടോ. അതിനകത്ത് വേറെ യാതൊരു വിധമായിട്ടുള്ള കാര്യങ്ങളും ചേർക്കുന്നില്ല. വെറും 2 ഉണക്കത്തേങ്ങ, അതിനോടൊപ്പം ലേശം മാത്രം മഞ്ഞൾപ്പൊടി. തേച്ച ഭാഗവും തേക്കാത്ത ഭാഗവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾക്കത് ലൈവായിട്ട് കാണുന്നൊരു കാര്യമാണ് കേട്ടോ. അന്നേരം ഇത് നരച്ചവർക്ക് മാത്രമല്ല, മുടിയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ആ ഒരു നരച്ച ഭാഗത്ത് മുടി കിടക്കുന്നുണ്ടോ, ഒരുപാട് നമ്മൾ നരച്ച മുടിയല്ല, ഞാൻ എപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം. നമ്മുടെ കയ്യിൽ ഈ ഒരു കളറാണ് കേട്ടോ കിട്ടുന്നത്. എന്നാൽ നമ്മൾ ഫുള്ള് കവറായി കിട്ടും. ആ ഒരു നരയൊക്കെ മാറി നല്ല രീതിയിൽ അത് കവറായി കിട്ടുന്നൊരു കാര്യമാണ്. ഇനി നമ്മൾ ഇത് ഏതൊരാൾക്കും ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ തയ്യാറാക്കുന്ന എന്ത് കാര്യങ്ങളും മുടിയെ സംരക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉപയോഗിക്കാം. നരച്ചവർക്ക് മാത്രമല്ല. അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി 1 സ്പൂൺ എടുക്കാം. അരിപ്പൊടി ഇല്ലെങ്കിൽ ചോറെടുക്കാം. ചോറ് അതിപ്പം നമ്മൾ പഴയ പുളിച്ച കഞ്ഞിവെള്ളം പോലെ തലേന്നത് ചോറെടുത്താൽ അത്രയും ഗുണകരം. അന്നേരം നമ്മൾ 1 സ്പൂൺ അരിപ്പൊടി. ഇപ്പം എനിക്ക് അധികം ഇപ്പോൾ ഞാൻ മുടി നേരത്തെ ഉള്ള ഒരാളായിരുന്നു, മുടി കട്ട് ചെയ്ത്. അതുകൊണ്ട് എനിക്കിതിപ്പം അത്യാവശ്യം ഇത്ര ഉള്ളതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പം ഒരുപാട് മുടിയുള്ളവരാണെങ്കിൽ 2-3 സ്പൂണ് അരിപ്പൊടി ചേർക്കാം. പിന്നെ എത്ര മുടി കുറഞ്ഞവരാണെങ്കിലും 1 സ്പൂൺ എടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അതിലേക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ള വെള്ളം, ഇപ്പം 1/2 കപ്പോ വെള്ളം എടുക്കാം. ഇപ്പം നന്നായിട്ട് കുറുകി വരുമല്ലോ, അന്നേരം അത് പെട്ടെന്ന് തന്നെ കുറുകി വരും. ഒന്ന് വെന്ത് കുറുകി വരണം. ഞാനങ്ങ് ഒരുപാടങ്ങ് കട്ടിക്കാക്കുന്നില്ല, എന്നാൽ കുറച്ച് ലൂസായിട്ടാണ്, എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുത്ത് വരട്ടെ. ഇത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥ മിക്ക ആൾക്കാർ ഈ ഒരു ചൂട് സമയത്ത് മുടിയൊക്കെ അങ്ങ് ചകിരിനാര് പോലെ ഒന്നാതെ നമ്മൾ ഈ ഒരു വേർത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയല്ല. അന്നേരം നമ്മുടെ മുടിയൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ മുടിക്ക് അങ്ങ് തീരെ കട്ടിയില്ലാതെ തോന്നുന്നൊരവസ്ഥയുണ്ട്. കാരണം പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ മുടി ഭയങ്കരമായിട്ട് പൊഴിഞ്ഞു പോകുന്നത്. അന്നേരം അതിനൊക്കെ നമുക്ക് തടയാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല ട്രീറ്റ്മെൻറ്റുകളാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഇത് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ നല്ല പൈസയാവുന്നതുമാണ്. അത് നല്ലപോലെ അരച്ച് ഒന്നും കൂടെ തണുത്തതിന് ശേഷം ആ ഒരു ചെറിയൊരു കട്ട പോലെ ഇരിക്കുക, അതൊരു എന്താ പറയുക, ഒരു ക്രീമി രീതിയിലോട്ട് കിട്ടാനും വേണ്ടി ഒന്നൊന്ന് കറക്കിയെടുക്കണം. ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അതിലേക്ക് നല്ല തൈര്, കട്ടയോ അല്ല, നമ്മൾ ഒരുപാട് ലൂസായിട്ടുള്ള രീതിയിലുള്ള തൈര് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അങ്ങ് ലൂസായിപ്പോൾ നമ്മളൊരു കട്ടിയുള്ള രീതിയിൽ ക്രീമി രീതിയിലോട്ടാണ് ഇതൊരു ചെയ്യുന്നത് കേട്ടോ. അത് ഞാനൊരു 1.5 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ, നമ്മുടെ മുടിയുടെ ഒരു അളവനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇതിലേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കാം. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ചേരുവകൾ ചേർക്കാം. മുട്ട വേണമെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു തൈരിൻ്റെ മണമോ അല്ലെങ്കിൽ അരിപ്പൊടി കുറുക്കിയതിന് വലിയ മണമൊന്നുമില്ല, പക്ഷേ ഇത് നമുക്ക് ഒരു മണം വേണം, അല്ലെങ്കിൽ ഈ ഒരു സ്മെല്ല് എനിക്ക് എൻ്റെ തലമുടിയിൽ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നമ്മൾ തലമുടിയിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മുടിക്ക് ഒരു ചെറിയൊരു മണം വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാത്രം അങ്ങനെ നിർബന്ധമുണ്ട്. ഇതൊക്കെ തല തേക്കുമ്പോൾ ചില കുട്ടികൾക്കൊക്കെ ഇത് തേക്കുമ്പോൾ പിന്നെ ഒരു സ്മെല്ല് കാണില്ല. കഞ്ഞിവെള്ളം മിക്ക ആൾക്കാർക്കും ആ ഒരു സ്മെല്ല് കാരണം പറ്റില്ല എന്ന് പറയാറുണ്ട്. അന്നേരം 1-2 ഡ്രോപ്പ് ഷാമ്പു
അല്ലെങ്കിൽ റോസ്മേരി ലീവ്സിൻ്റെ വെള്ളം എടുത്ത് ഒഴിച്ചാലും മതി കേട്ടോ, തിളപ്പിച്ചിട്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 തുള്ളി ഷാമ്പൂ കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ക്രീമി രീതിയിലോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ, ഒരുപാട് ഡ്രൈ ആവരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാക്കുകളൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് ഡ്രൈ ആയി പോകരുത്. തലയൊട്ടിലും തലമുടിയിലും നല്ലപോലെ തേച്ച് കൊടുക്കുക. മുടിയുടെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണം. കാരണം ഇത് കഴുകി ഉണങ്ങി വരുമ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. കാരണം നമ്മുടെ മുടി ഇങ്ങനെ പിന്നെ ഓയിലി, ഇപ്പം എൻ്റെ മുടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഒട്ടും തേച്ചില്ലെങ്കിലും ഭയങ്കരമായിട്ട് ഓയിലി ഹെയർ ആണ് കേട്ടോ. അന്നേരം അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാം. നന്നായിട്ട് മുടി ഇങ്ങനെ പറന്ന് കിടക്കുക എന്ന് വെച്ചാൽ ഒരുപാട് ഒരു കണ്ടീഷണർ ഇട്ട രീതിയിൽ നല്ല സിൽക്കി, നല്ല തിക്നെസ് ഒക്കെ നമ്മുടെ മുടിക്ക് തോന്നും. മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയ്ക്ക് നല്ലൊരു മാറ്റം കിട്ടും. അതായത് തീർച്ചയായിട്ടും അത് ഏത് പ്രായക്കാർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. തലമുടിയിലും തലയോട്ടിലും നല്ല പോലെ തേച്ച് കൊടുത്തിട്ട് കുറഞ്ഞതൊരു അരമണിക്കൂർ വേണ്ട, ഡ്രൈ ആവുന്നതിന് മുമ്പ് നമ്മളിത് കഴിക്കണം. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ അത് മുടിയിലെല്ലാം പറ്റി പിടിച്ചിരിക്കുന്നവരെ നമുക്ക് തോന്നും കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് ഒരുപാട് തരി പോലൊന്നും ഇല്ലല്ലോ, എല്ലാ ഭാഗത്തും തേച്ചിട്ട് ഡ്രൈ ആവുന്നതിന് മുമ്പ് കഴുകിക്കളയുക. എന്നിട്ട് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക.